2020 ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു സംഭവമാണ് ഈ ബൈസിക്കിൾ. ഇതിന് പ്രിയം കൂടി വരികയാണ്. ഇപ്പോൾ 2020 പ്രിയം കൂടി വന്നു. ആളുകൾ കൂടുതലായിട്ട് ബൈസിക്കിൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാർക്കറ്റിൽ നല്ല നല്ല ബൈസിക്കിൾ ഇപ്പോൾ അവൈലബിൾ അല്ല, സ്റ്റോക്കുകൾ അവൈലബിൾ അല്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു മൈ ചാനൽ നജീബ് ദി ഷവർ. എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകണ്ട. അതിൻ്റെ നമ്മളുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ ഒരു മെമ്പർ ആവുക. ഇപ്പം ബൈസിക്കിൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ സൈക്കിൾ വാങ്ങാൻ പോകുന്ന സമയത്ത് എല്ലാ കുട്ടികളുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു സൈക്കിളെങ്കിലും ഉണ്ടാവണം എന്നുള്ളത്. നമ്മൾ പല ആളുകൾക്കും ഈ സൈക്കിൾ ഓടിച്ചിട്ടുള്ള പല പല മെമ്മറീസ് ഉണ്ട്. ചെറുതിൽ സൈക്കിൾ നമ്മളെ ഈ കൂട്ടത്തിൽ സൈക്കിൾ ഓടിക്കാത്ത ആൾക്കാർ വളരെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ബൈസിക്കിളിനെ കുറിച്ചിട്ടായിരിക്കും എല്ലാ ടോപ്പിക്കും. എങ്ങനെയാണ് നമ്മളൊരു നല്ലൊരു ബൈസിക്കിൾ വാങ്ങിക്കേണ്ടതെന്നുള്ളത്. നമ്മൾ ബൈസിക്കിൾ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കൺഫ്യൂസിങ് ആയിരിക്കും. ഏത് ബൈസിക്കിൾ മേടിക്കണോ, എങ്ങനെയുള്ള മേടിക്കണോ, ഇപ്പം പറയുന്ന റോഡ് ബൈക്ക് വേണോ, മൗണ്ടൻ ബൈക്ക് വേണോ, നമ്മളവിടെ പോയിക്കാൻ ആകെ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഐഡിയ. പണ്ടൊക്കെ നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് നാട്ടിൽ കുറേ മുമ്പേ ഒരു 10-20 വർഷം മുമ്പേ ഉള്ള കാര്യങ്ങളാണെങ്കിൽ ഒരു ബൈസിക്കിൾ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് നമ്മളെ പേരൻസ് വാങ്ങി തരുന്ന സമയത്ത് അവിടെ സൈസസ് ഉണ്ടാവുക. വലിയ സൈക്കിള്, ചെറിയ സൈക്കിള്, അതിന് ഷോക്ക് ആബ്സറുള്ള സൈക്കിൾ എന്നുണ്ട്. പിന്നെ കുറേ ഇങ്ങോട്ട് എത്തിയ സമയത്ത് ഗിയറുള്ള സൈക്കിൾ വരാൻ തുടങ്ങി. ഗിയറുള്ള സൈക്കിൾ, ഗിയർ ഇല്ലാത്ത സൈക്കിൾ. ഇന്നും ഗിയറുള്ള സൈക്കിൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നുള്ളൂ. ഗിയറുള്ള സൈക്കിൾ കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാവ്, എനിക്കൊരു വലിയൊരു സംഭവം കിട്ടിയതുപോലെ നാട്ടിൽ നിന്ന് കുട്ടികൾക്ക് പ്രത്യേകിച്ചിട്ട്. അപ്പോൾ നമ്മൾ മുതിർന്ന ആളുകൾ നാട്ടിൽ അങ്ങനെ സൈക്കിൾ ഉപയോഗിക്കൽ വളരെ കുറവാണ്. യൂറോപ്യൻ കൺട്രീസിലാണെങ്കിൽ അവിടെ ഒരു പാഷനാണ്, ഒരു ഹോബി ആയിട്ടാണ് ഈ ബൈക്ക് എന്നതിന് പറയുക. നമ്മൾ സൈക്കിൾ എന്ന് പറയും, ഒരു ബൈക്ക് എന്ന് പറയും. മോട്ടോർ ബൈക്കും ബൈക്കും അങ്ങനെയാണ് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. നമ്മളെ സ്കൂട്ടറിനെയും ഈ സൈക്കിളിനെയും ബൈസിക്കിളിനെയും അവർ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ബൈക്ക് എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബൈസിക്കിൾ ഉണ്ടെങ്കിൽ വലിയ സന്തോഷമായിരിക്കും യൂറോപ്യൻ കൺട്രീസിലുള്ള ആളുകൾക്ക്. നമ്മളത്ര കെയർലെസ് ആയിട്ട് എടുക്കുകയാണല്ലേ നമ്മൾ മലയാളികൾ. അപ്പോൾ എത്ര മോഡൽ ബൈക്കുകളാണുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഉള്ളത് റോഡ് ബൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ റേസിങ്ങിനൊക്കെ കാണുന്നില്ലേ, അതാണ് റോഡ് ബൈക്ക്. അത് നമ്മൾ ഈ അതിൻ്റെ ഹാൻഡിൽ ഇങ്ങനെ പിടിച്ച് നമ്മൾ ബെൻഡ് ചെയ്തിട്ടാണ് പോവുക. ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്തിട്ട് പോകുന്ന ഈ പിക്ചറിൽ കാണുന്ന ഇതാണ് റോഡ് ബൈക്ക്. ഇത് സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ റോഡ് ബൈക്ക്. നമ്മൾ ഫെറാറി കാറൊക്കെ പോലെ ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്നത്. നെക്സ്റ്റ് ഉള്ളതാണ് മൗണ്ടൻ ബൈക്ക്. മൗണ്ടൻ ബൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഹമ്മർ അങ്ങനത്തെ ജീപ്പൊക്കെ പോലെയുള്ള മലകളിലും അതുപോലെ തന്നെ കാട്ടിലോട്ടും മുട്ടിൻ്റെ ഇടയ്ക്കിലോട്ടൊക്കെ മരങ്ങളുടെ ഇടയിലോട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് മൗണ്ടൻ ബൈക്ക്. ഇത് 2 ടൈപ്പ് ബൈക്കാണ് മെയിൻലി മാർക്കറ്റിലുള്ളത്. പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിട്ടുള്ള സംഭവങ്ങളാണ്, അതിനോട് കോറിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് മറ്റ് ബൈക്കുകൾ. ഞാൻ ഈ ബൈസിക്കിളിനെ ബൈക്ക് എന്ന് വിളിക്കുന്നതിൽ തെറ്റിദ്ധരിക്കേണ്ട. ബൈക്ക് എന്നാണ് ഇപ്പോൾ ആളുകൾ ഇൻ്റർനാഷണലി യൂസ് ചെയ്യുന്നത് ഈ ബൈസിക്കിളിൻ്റെ പേര്. പിന്നെ ആ ബൈക്ക് മൗണ്ടൻ ബൈക്കുണ്ട്, മൗണ്ടൻ ബൈക്കും അതുപോലെ തന്നെ റോഡ് ബൈക്ക്. അപ്പോൾ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിറ്റ്നസ് ബൈക്ക് എന്ന് പറഞ്ഞിട്ട്. അത് ഏകദേശം റോഡ് ബൈക്കിൻ്റെ സ്റ്റൈലാണ്, പക്ഷേങ്കിൽ അതിൻ്റെ ഹാൻഡിൽ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. പിന്നെ അതിൻ്റെ ഷോക്ക് ഫ്രണ്ടിൽ മാത്രം ഷോക്ക് ഉണ്ടാവുള്ളൂ, സെൻറ്ററിൽ ഷോക്ക് ഉണ്ടാവില്ല. ഓക്കെ, ആ ഒരു സ്റ്റൈലാണ് മൗണ്ടൻ ബൈക്ക് റോഡ് ബൈക്കിൻ്റെ രീതിയിൽ വരുന്നതാണ് ഈ ഫിറ്റ്നസ് ബൈക്ക്. അടുത്ത കാറ്റഗറിയിൽ വരുന്നതാണ് ഡ്യുവൽ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആദ്യം കണ്ട മൗണ്ടൻ ബൈക്കിൻ്റെ സെയിം സ്റ്റൈല്, പക്ഷേങ്കിൽ സെൻറ്ററിൽ ഷോക്ക് ഉണ്ടാവില്ല, ഫ്രണ്ടിൽ മാത്രം ടയറൊക്കെ കുറച്ച് കട്ടി കൂടിയിട്ടുള്ളത്. നമുക്ക് ഈ റോഡിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ വുഡിലും മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഡ്യുവൽ സ്പോർട്സ് എന്ന് പറയുന്നത്. സ്പോർട്സും അതുപോലെ തന്നെ മൗണ്ടൻ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ബൈക്കാണത്. ആളുകൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ബൈക്കും കൂടിയാണത്. പിന്നെ 5ാമത് വരുന്ന ബൈക്കാണ് കംഫർട്ട് ബൈക്ക്. നമ്മളെ പണ്ട് ലേഡി സൈക്കിൾ എന്ന് പറയുന്നത് പോലെ കാല് ഇങ്ങനെ ഇട്ടിട്ട് വെക്കാൻ പറ്റുന്ന പോലത്തെ സൈക്കിൾ. അത് നല്ല കംഫർട്ടായിട്ട്, അതിൻ്റെ മെയിനായിട്ടുള്ള അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അത് സീറ്റ് താഴത്തും ഹാൻഡിൽ കുറച്ചും കൂടി പൊന്തിയിട്ടായിരിക്കും ഉണ്ടാകും. ഹാർലി ഡേവിഡ്സണൊക്കെ പോകുന്നതിൻ്റെ സ്റ്റൈല്. പക്ഷേങ്കിൽ സൈക്കിളിൻ്റെ ബൈസിക്കിളിൻ്റെ മോഡല് ഇത്ര രീതിയിലുള്ള സൈക്കിളുകളാണ് ഉള്ളത്. നമ്മളിപ്പോൾ സൈക്കിൾ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും, എവിടുന്ന സൈക്കിൾ വാങ്ങിക്കേണ്ടത്, എങ്ങനെയൊക്കെയുള്ളത്. ഇപ്പോൾ ഒരു പ്രൈസ് റേഞ്ച് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് ബൈക്ക് ഭയങ്കര എക്സ്പെൻസീവ് ബൈക്സാണ്. അത് ഏകദേശം ഒരു ഇന്ത്യൻ റുപ്പീസിൽ പറയുകയാണെങ്കിൽ 30,000 റുപ്പീസിലാണ് ഒരു ഏറ്റവും
ആവറേജ് ബൈക്ക് വരുന്നത്. ഈ ആവറേജ് ബൈസിക്കിൾ വരുന്നത് 30,000 ഇന്ത്യൻ റുപ്പീസ് മുതൽ 10 ലക്ഷം ഇന്ത്യൻ റുപ്പീസ് വരെയാണ് ഈ റോഡ് ബൈക്കിന് വരുന്നത്. ഫാസ്റ്റസ്റ്റ് ആയിട്ട് റേസിങ്ങിനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിന് ഏകദേശം 10 ലക്ഷം റുപ്പീസ് വരെ വരുന്നുണ്ട്. പിന്നെ മൗണ്ടൻ ബൈക്കിംഗ് ആണെങ്കിൽ ഈ മൗണ്ടൻ്റെ മുകളിൽ മലകൾ ആ ഏരിയയിൽ അല്ലെങ്കിൽ വുഡിൻ്റെ സൈഡിലോട്ട് അങ്ങനെ മരങ്ങളുടെ ഇടയിലോട്ടൊക്കെ പോകുന്ന റഫായിട്ടുള്ള റൈഡിങ് യൂസ് ചെയ്യുന്ന മൗണ്ടൻ ബൈക്ക് അത് ഏകദേശം വരുന്നത് 20,000 റുപ്പീസ് മുതൽ അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 6 ലക്ഷം രൂപ വരെ അതിൻ്റെ പ്രൈസ് റേഞ്ചിങ് വരുന്നുണ്ട് മൗണ്ടൻ ബൈക്കിൻ്റെ. അപ്പോൾ ഈ രീതിയിലാണ് ബൈക്കുകൾ വരുന്നത്. ഒരു നല്ലൊരു ആവറേജ് ബൈക്ക് നമ്മളെ നാട്ടിൽ പ്രിയം കുറവാണെങ്കിലും മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രിയമുള്ള ഒരു സംഭവമാണ് ബൈക്ക്. ഒരു വീട്ടിൽ എന്തായാലും ഒരു ബൈക്ക് ഉണ്ടാവും. അത് അവർ ഒരു ബൈക്ക് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 വർഷമോ 15 വർഷമോ അവർ യൂസ് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ്. കാരണം നമ്മുടെ നാട്ടിൽ ഒരു ബൈക്ക് കിട്ടിക്കുന്ന കുട്ടികൾ 1, 2, 3 വർഷം കൊണ്ട് അത് കേടാക്കിയിട്ട് അവിടെ സൈഡിലിടും. യുഎയിലാണെങ്കിൽ വോൾഫി എന്ന് പറഞ്ഞിട്ട് ടൈംസ് സ്ക്വയറിൽ വൺ ഓഫ് ദ നല്ല റേറ്റിങ്ങിൽ ഗൂഗിളിലൊക്കെ നല്ല റേറ്റിംഗുള്ളൊരു കമ്പനിയാണത്. അവിടുത്തെ പ്രൈസ് റേഞ്ച് വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2,300 മുതൽ 50,000 ദിറംസ് ആണ് അവിടുത്തെ ഈ ബൈസിക്കിളിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ ഉള്ളത് ഒരു നല്ലൊരു കമ്പനി എന്ന് പറഞ്ഞാൽ ട്രക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ഇതും ഷെയ്ഖ് സായിദ് റോഡിൽ ടൈംസ് സ്ക്വയറിൻ്റെ അടുത്താണ് ഇത് വരുന്നത്. ഈ രണ്ടും കടകളും അടുത്തടുത്താണുള്ളത് ഷോപ്സ്. അത് വരുന്നത് അവിടെ മിനിമം പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 13,000 പ്രൈസ് റേഞ്ച് മിനിമം ബൈക്കിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അപ് ടു 50,000 ദിറംസ് വരെ അതിൻ്റെ പ്രൈസ് പോകുന്നുണ്ട്. മീൻസ് നമ്മളെ ഇന്ത്യൻ റുപ്പീസിലാണെങ്കിൽ 2.5 ലക്ഷം മുതൽ 10 ലക്ഷം റുപ്പീസ് വരെയാണ് അവിടുത്തെ ബൈസിക്കിളിൻ്റെ പ്രൈസ്. പെഡ്ലിയർ എന്നുള്ള ഒരു ഷോപ്പുണ്ട് ഇതേ ലൈനിൽ തന്നെ. അവിടെ കുറച്ച് പ്രൈസ് കുറച്ചും കൂടി ലോവർ ആയിട്ടുള്ള 2,000 മുതൽ ഒരു 20,000 റേഞ്ചിലുള്ള ബൈക്കുകളാണ് അവർ സെല് ചെയ്യുന്നത്. ഇപ്പം വോൾഫീസിൽ പോകുന്ന സമയത്ത് മിനിമം ഒരു 2,300 ദിറംസ് ഉണ്ട് അവിടുത്തെ ബൈക്കിന്. അപ്പോൾ നിങ്ങൾ അവിടുത്തെ ബൈക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു 4,000 ദിറംസിൻ്റെ അടുത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും ആ ഒരു ബൈക്ക് ഷോപ്പിൽ നിന്ന്, ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ബൈക്ക്സ് വാങ്ങിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മളെപ്പോലത്തെ വല്ലപ്പോഴും ബൈക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ബിഗിനറായിട്ടുള്ള ആളുകൾക്ക് പറ്റിയൊരു ബൈക്കാണ്. മാർക്കറ്റിലുണ്ടാവും നമ്മൾ കാരിഫോർ അല്ലെങ്കിൽ അങ്ങനത്തെ ഹൈപ്പർ മാർക്കറ്റ്സ്, ലുലു അല്ലെങ്കിൽ നെസ്റ്റോ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബൈക്കുകളാണ് ഇന്ത്യൻ്റെ ബൈക്കുകൾ അല്ലെങ്കിൽ ലോക്കൽ UAE മെയ്ഡ് ബൈക്കുകൾ അല്ലെങ്കിൽ ചൈന ബൈക്കുകൾ. അപ്പോൾ ഇങ്ങനത്തെ ബൈക്കുകളെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. വളരെ ഒരു എഫേർട്ടബിളായിട്ട് നമുക്ക് ആർക്കും എടുക്കാൻ പറ്റുന്ന ഒരു ഏത് രീതിയിലും ഉള്ള ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ബൈക്ക്. ഇങ്ങനത്തെ ബൈസിക്കിൾ ഏകദേശം ഒരു 1000 ദിറംസിൻ്റെ താഴെ വരുന്ന പ്രൈസ്, ഒരു 500-ൻ്റെയും 1000-ൻ്റെയും ഇടയ്ക്കുള്ള ഒരു ബൈക്ക് എടുക്കലാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷന്. കാരണം അതിന് ഡ്യൂറബിലിറ്റി കൂടുതലുണ്ടാവും. നമ്മളൊന്ന് വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായിട്ട് സൈഡിലിടുന്നതിന് കിടന്നാലേ കുറച്ച് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബൈക്കുകൾ വാങ്ങിക്കുക. അപ്പം പ്രൈസ് റേഞ്ച് കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും. നമ്മൾ വെറുതെ പറയുന്ന ഈ ബ്രാൻഡിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാൻഡിനനുസരിച്ചിട്ടുള്ള അതിനുള്ള യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനും ഡിഫറൻസ് ഉണ്ട്. വെയ്റ്റ്ലെസ് ആയിരിക്കും, അതിലുള്ള ഗിയേഴ്സ് നല്ല കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും, ഡ്യൂറബിൾ ആയിരിക്കും, കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗിയറിലുള്ള ബൈക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഉള്ളത് ചെറിയ ടിപ്പാണ് ഗിയർ ചേഞ്ചിങ്. നമ്മൾ ലെഫ്റ്റ് സൈഡിലായിരിക്കും അതിൻ്റെ ഗിയർ ഉണ്ടാവും, 1, 2, 3 എന്ന് പറഞ്ഞിട്ടുള്ള ഗിയർ. പിന്നെ നമ്മളെ സ്പീഡ് കൺട്രോളർ റൈറ്റ് സൈഡിലായിരിക്കും 1, 2, 3 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യുന്ന ടെക്നിക്കാണ്. നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇടുകയാണെങ്കിൽ നമ്മളെ സ്പീഡ് 1 to 4 വരെ പോകാൻ പാടുള്ളൂ. അതിൻ്റെ മുകളിൽ പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യണം, 1ലുള്ള ഗിയർ 2ലേക്ക് ഇടണം. അതാണ് സൈക്കിളിൻ്റെ ഗിയർ ചേഞ്ചിങ് റൂൾ. നമ്മളിപ്പോൾ ഗിയർ 2ലേക്ക് 2nd ഗിയറിൽ ഇടുന്നതാണെങ്കിൽ നമ്മുടെ സ്പീഡ് 2 to 8 ബിറ്റ്വീനിലായിരിക്കണം നമ്മുടെ സ്പീഡ് ഉണ്ടാവേണ്ടത്. സ്പീഡ് എന്ന് പറയുന്നത് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന റൈറ്റ് സൈഡിലുള്ള കൺട്രോളറാണ്. നമ്മൾ ചെയിൻ ഷിഫ്റ്റ് ചെയ്യുന്ന സംഭവം. പിന്നെ 3rd ഗിയറിലിടുന്ന സമയത്ത് നമ്മളുടെ ഈ സ്പീഡ് കൺട്രോളർ റൈറ്റ് സൈഡിലുള്ള ഷിഫ്റ്റിങ് സ്പീഡ് 5-ൻ്റെയും 9-ൻ്റെയും നിങ്ങളെ സ്പീഡ് മാക്സിമം എത്രയാണോ അത് 5-ൻ്റെയും നിങ്ങളെ മാക്സിമം സ്പീഡിൻ്റെയും ഇടയ്ക്കായിരിക്കണം 3rd ഗിയർ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ നമ്മൾ
ബൈക്ക് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുന്ന മുമ്പേ നമ്മളെ ഗിയറും അതുപോലെ തന്നെ സ്ലോ ഡൗൺ. ഇപ്പോൾ 3rd ഗിയറിലാണെങ്കിൽ അത് 1st ഗിയറിലേക്ക് പതുക്കെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. നമ്മളൊരു കാറോ അല്ലെ ബൈക്കോ യൂസ് ചെയ്യുന്ന അതേ രീതിയിലാണ് നമ്മൾ ഈ ബൈസിക്കിളും, അത് ബൈക്ക് എന്ന് പറയുന്ന ഈ ബൈസിക്കിളും ഉപയോഗിക്കേണ്ടത്. പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഈ ബൈസിക്കിൾ വാങ്ങിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിർബന്ധമായിട്ട് വാങ്ങിക്കേണ്ട സംഭവമാണ് ഒരു ഹെൽമെറ്റ് ഇല്ലാതെ നമ്മൾ ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ അത് നമ്മൾ സേഫ്റ്റിക്ക് മോശമാണ്. അതുപോലെ തന്നെ UAE ഗവൺമെൻറ് ഫൈൻ അതിൻ്റെ കൂടെ തന്നെ തരുന്നുണ്ട്. പിന്നെ ഒരു റിഫ്ലക്ടർ, നമ്മളെ ടീഷർട്ടിൻ്റെ മുകളിലിടുന്ന റിഫ്ലക്ടർ, കാരണം നമ്മൾ ഓപ്പോസിറ്റുള്ള ആൾക്കാരെ നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ 2 സംഭവം നിർബന്ധമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ബൈസിക്കിൾ ഓടിക്കാൻ പറ്റുന്ന റോഡുകളുണ്ട്. 60 കിലോമീറ്റർ ബിലോ 60 കിലോമീറ്റർ സ്പീഡിലുള്ള റോഡുകൾ മാത്രമാണ് നമ്മൾ ഈ ബൈസിക്കിൾ ഓടിക്കാൻ പാടുള്ളൂ. അല്ലാത്ത റോഡിൽ നമ്മൾ പോവുകയാണെങ്കിൽ 500 ദിർഹംസാണ് ഫൈൻ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കൂടി, രാത്രി ഈ ബൈക്ക് റൈഡ് ചെയ്യാതിരിക്കുന്ന ഏറ്റവും നല്ലത്. റൈഡ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളാണെങ്കിൽ ലൈറ്റ് ഫിറ്റ് ചെയ്യുക. ഫ്രണ്ടിലൊരു ലൈറ്റും ബാക്കിലൊരു റിഫ്ലക്ടറും നിർബന്ധമായിട്ടുണ്ടായിരിക്കണം നിങ്ങൾ ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇത്ര ആക്സസറീസ് നമ്മൾ എന്തായാലും വാങ്ങിക്കണം. കൂടെ ഒരു ഫുഡ് പമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അതുപോലെ തന്നെ ഹാൻഡ് ഗ്ലൗസ്, പിന്നെ അത്യാവശ്യം എവിടെയെങ്കിലും പോകുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്ക് സിസ്റ്റം. പിന്നെ ഒരു സംഭവമാണ് ഇത്, നമ്മൾ കാറിൻ്റെ ബാക്കിൽ സൈക്കിൾ വെച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഒരു കാരിയറാണിത്, ബൈക്ക് കാരിയർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കാരിഫോർ എന്ന് വായിച്ചതാണ്. ഇതിന് ഏകദേശം 250 ദിർഹംസാണ് ഇതിന് വരുന്നത്. ഇപ്പം ബൈസിക്കിളാണെങ്കിൽ ഈ സംഭവത്തിന് ഇതാണ് ബൈക്ക്. ഇതിപ്പം UAE തന്നെ ഇവർ ചെയ്യുന്നൊരു ബൈക്കാണ്, സ്പാർട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള. വലിയ കുഴപ്പമില്ല. ഏകദേശം ഇപ്പോൾ ഒരു ഓഫർ നടക്കുന്നുണ്ട്. ഏകദേശം 1000 ദിർഹംസിൻ്റെ ബൈക്കാണിത്. അപ്പോൾ ഓൺലൈനിൽ 1000 ദിർഹംസിനാണ്. കാരിഫോറിൽ ഇതിന് ഓഫറുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3 ഗിയേഴ്സ് വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ 1 to 7 എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ സ്പീഡ്. 7 ഏറ്റവും കുറവാണ് സ്പീഡിൽ. ഇപ്പോൾ 1ലേക്ക് എത്തുന്നവരാണ് ഫാസ്റ്റ് ആയിട്ട് വരാൻ. ഇത് നേരെ ഓപ്പോസിറ്റാണ്. ഇത് 1 നിന്ന് 3ലേക്ക് നമ്മളെ നോർമൽ ഗിയർ പോലെ. പക്ഷേ ഈ സ്പീഡ് 7 ഏറ്റവും കുറഞ്ഞിട്ടാണ് ഉണ്ടാവുക. കയറിയിട്ട് ഫസ്റ്റിലേക്ക് എത്തുന്നവരാണ് ഏറ്റവും ഫാസ്റ്റായിട്ട്. അപ്പോൾ ഇനി കൂടുതലായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ വിട്ടുപോകണ്ട. ഞാൻ ഈ ബൈക്ക് വാങ്ങിച്ചത് കാരിഫോറിൽ നിന്നാണ്. ലുലു, കാരിഫോർ, നെസ്റ്റോ, സഫാരി മാർക്കറ്റ്, അങ്ങനെ സഫാരി മോൾ, ഇത് ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി എൻക്വയറി ചെയ്ത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ കാരിഫോറിലുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളെല്ലാവരും ബൈ പറയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്തേക്ക്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തേക്ക്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾ ബൈ പറയാണ്. മസ്സലാമ.